തിരുവനന്തപുരം വെള്ളയമ്പലത്തെ KSIDC ഓഫീസിൽ അവിടെ ഇന്നലെ അവിടെ SFIOയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നു. ഏകദേശം 3.5 മണിക്കൂറോളം വെള്ളയമ്പലത്തെ KSIDCയുടെ ആസ്ഥാനത്ത് റെയ്ഡ് നടന്നു. അതിന് മുമ്പ് SFIO അവര് ഒരു നോട്ടീസ് അയച്ചിട്ട് അവരുടെ ബാലൻസ് ഷീറ്റ് അത് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അത് അയച്ചു കൊടുത്തില്ല. കാരണം കോർപ്പറേറ്റ് നിയമം 2012 പ്രകാരം ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അവർ തയ്യാറാക്കിയിരിക്കണം. അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോർഡ് മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവരാര്? അത് കമ്പനി നിയമം 210-ലും 212 അനുസരിച്ചാണ് ആ ചോദ്യം ചെയ്തത്. തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുക്കണമായിരുന്നു KSIDC. അവരെന്തിനാണ് പേടിക്കുന്നത്? സുതാര്യമായ സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. അവിടുത്തെ എന്ത് കൊടുത്താലും സുതാര്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ എന്ത് ഡീറ്റെയിൽസ് ചോദിച്ചാലും സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി, അന്വേഷണ ഏജൻസി കൊടുത്തേ പറ്റുള്ളൂ. കേരളത്തിലെ വിജിലൻസോ കേരളത്തിലെ ക്രൈം ബ്രാഞ്ചോ ലോക്കൽ പോലീസോ ചോദിച്ചാലും കൊടുക്കണം. അതിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് ഇപ്പം തോന്നുന്നു. കാരണം അത് ലീഗൽ ഫോറമായ അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ തന്നെ പ്രമുഖമായ ഫ്രോഡിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന SFIO അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ചോദിച്ചത്. പക്ഷെ കൊടുത്തില്ല. എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. എറണാകുളത്തെ CMRലും എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ പരിധിയിൽ KSIDC വരേണ്ട, പൊതുമേഖലാ സ്ഥാനം വരേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് അത് റദ്ദ് ചെയ്യണം, അവരുടെ നടപടി ശരിയല്ല എന്ന് കേരള ഗവൺമെൻറ് ഇപ്പം കേരള ഹൈക്കോടതിയിലെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. അത് ഇന്ത്യയിലെ സുപ്രീം കോടതി സീനിയർ അഡ്വക്കേറ്റായ CS വൈദ്യനാഥൻ മുഖേനയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓൺലൈനിൽ അദ്ദേഹത്തിൻ്റെ വാദഗതി കേരള ഹൈക്കോടതി കേൾക്കുകയും ചെയ്തു. ആ വാദഗതിയിൽ അല്ലെങ്കിൽ CS വൈദ്യനാഥൻ്റെ ഒരു അപ്പിയറൻസിന് 25 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു. അടുത്ത അപ്പിയറൻസും അടുത്ത 12-ാം തീയതി വീണ്ടും കോടതി വെച്ചു. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അത് സുതാര്യമല്ലേ അവിടുത്തെ പരിപാടികൾ? KSIDCയിൽ ഏത് റെക്കോർഡ്സും ചോദിച്ചാലും അത് കൃത്യമായ ബാലൻസ് ഷീറ്റും കൃത്യമായ ആനുവൽ റിട്ടേണും ഒക്കെ കൊടുക്കുന്നതാണ്. അതിന് ഡയറക്ടർ ബോർഡ് തീരുമാനം അനുസരിച്ചാണ് ഹൈക്കോടതിയിലെ ഈ കേസ് കൊടുക്കാൻ തീരുമാനമെടുത്തതെന്നാണ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരം. 25 ലക്ഷം രൂപ കൊടുത്തു, സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റിനെയും കൊണ്ടുവന്നു. അത്ര താല്പര്യം എന്തിനാണ് KSIDCക്ക്? ആ പണം ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഹൈക്കോടതി കൊടുക്കുന്നതിന് ഒരു മാറ്റർ, ചുമ്മാ ഒരു എൻക്വയറി പോലെ ഒരു കാര്യം മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ ഗവൺമെൻറ് അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ കേരള ഹൈക്കോടതിയിൽ. അവർക്ക് ശമ്പളം കൊടുക്കുന്നവരാണല്ലോ. അവരല്ലേ ഈ കാര്യം ഗവൺമെൻറ്റിന് വേണ്ടി ഹൈക്കോടതിയിൽ അവർ അപ്പീർ ചെയ്യേണ്ടത്. അത് നടന്നില്ല. അപ്പോൾ എന്തോ കള്ളക്കളി അതിനകത്തുണ്ട്. അതിൽ ചില വാർത്തകളെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. KSIDCക്ക് CMRൽ 13.4% ഷെയറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡയറക്ടറെ അവരുടെ ഡയറക്ടർ ബോർഡിലേക്ക് തീർച്ചയായിട്ടും നോമിനേറ്റ് ചെയ്യണം, ഒരാളെ അയക്കണം. പക്ഷെ ഇപ്പം മരുന്ന് വെക്കുന്നത് അവരുടെ സൈറ്റ് പരിശോധിച്ചപ്പം അവിടെ ഒരാളെ രവീന്ദ്രൻ എന്ന ഒരാളെ അവിടെ ഡയറക്ടറാക്കി ആ സൈറ്റിനകത്ത് കാണുന്നുണ്ട്. അതേസമയത്ത് അവിടെ 3 ഡയറക്ടേഴ്സ് KSIDCന്ന് ഉണ്ട്. അതിൽ 2 പേര് റിട്ടയർ ചെയ്ത് പോയവരാണ്. അവരെന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. AJ പയ്യും TP തോമസ് കുട്ടിയും രവീന്ദ്രൻ, ഈ 3 പേര് അവിടെ പോയിരിക്കുകയാണ്. KSIDയുടെ ഒരു ഡയറക്ടർ, അവിടുത്തെ ഡയറക്ടർ ബോർഡ്, CMRലെ ഡയറക്ടർ ബോർഡിൽ ഒരാളെ ആവശ്യമുള്ളൂ. 3 പേര് പോയിരിക്കുന്നത് എന്താണ്? പണം കൊയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ആൾ ഇടിച്ച് കയറും. 3 പേര് അവിടെ ചെന്നിരിക്കുന്നു. അവർ റിട്ടയർ ചെയ്തവർ വീണ്ടും കുറെ മാസങ്ങളായിട്ട് അവിടെ തുടരുകയാണ്. അതെന്തിന്? പണം മായ്ക്കുന്ന ഒരു മരം അവിടെ ഉണ്ട്. അതിൻ്റെ ചുറ്റില് ഒരു ഡയറക്ടർ ബോർഡ് ഒരാൾ ചെന്ന് അയാളെ റിട്ടയർ ചെയ്യപ്പോൾ അയാൾ പിൻവാങ്ങി അടുത്ത ആൾ വരേണ്ടടുത്ത്
റിട്ടയർ ചെയ്ത് ഒരു 3 പേര് അവിടെ ഇരിക്കുകയാണ്. അതിന് പുറമെ ഇപ്പം KSIDCന്ന് അവിടുത്തെ ഒരു വ്യവസായ പ്രോത്സാഹനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടറായ ഒരു മാനേജറുണ്ട്, പ്രശാന്ത്. അയാളും ഇപ്പോൾ അവിടെ പോയിരിക്കുന്നു. അപ്പം 4 പേര് അവിടുത്തെ ഡയറക്ടർ ബോർഡിലുണ്ട്. 3 പേര് റിട്ടയർ ചെയ്തിട്ടും അവിടെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. 2013 മുതൽ ഏകദേശം 10 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ KSIDCയെ പറ്റി SFIO അന്വേഷണം നടത്തുന്നത്. അപ്പൊ ഇവരുടെ ഹൈക്കോടതിയിലെ വാദഗതി CMRലും എക്സാലോയ്ക്കും പോലെ ഉള്ള ഒരു സ്ഥാപനത്തിലെ അന്വേഷണം നടക്കുമ്പോൾ സർക്കാർ സ്ഥാപനത്തിലെ ഡീറ്റെയിൽസ് എന്തിനാണ് ചോദിക്കുന്നത്? അവരുമായിട്ട് സർക്കാർ സ്ഥാപനത്തിനെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു യുക്തി എന്ന് വരുന്ന കാര്യങ്ങൾ. ലീഗലായിട്ട് അതിനകത്ത് ഒരു ഗ്രൗണ്ടും ഇല്ല. CMRലിനെ എങ്ങനെയായാലും ഒരു 14% ഷെയർ വന്നല്ലോ സർക്കാരിന്. അപ്പോൾ അതേപ്പറ്റി സർക്കാരിന് കഴിഞ്ഞ 10 വർഷമായിട്ട് CMRൽ നിന്ന് എത്ര രൂപ KSIDCക്ക് കിട്ടി? 14% അവിടെ ഷെയർ ഉണ്ടെങ്കിൽ 14% അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ലാഭം, ആ കമ്പനിയുടെ ലാഭത്തിന്റെ 14% നമ്മുടെ സർക്കാരിന് ലഭിക്കണം. കഴിഞ്ഞ 10 വർഷമായിട്ട് എത്ര കോടി രൂപ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ലഭിച്ച ഫണ്ട് എങ്ങോട്ട് പോയി, ആരുടെ പോക്കറ്റിൽ പോയി? ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അത് ഇവിടുത്തെ ഡെവലപ്മെന്റിന് കൊടുത്തിട്ടുണ്ടോ? പൊതുമേഖലാ സ്ഥാപനമായ അല്ലെങ്കിൽ CMR പോലെയുള്ള ഒരു സ്ഥാപനത്തില് കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ കരിമണലാണ് കൊടുക്കുന്നത്. റൂട്ടയിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് അതിൽ നിന്ന്. അത് ഭയങ്കരമായ പണം, അതിനത് അവർക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ലഭിക്കുന്നുണ്ട് CMRലിന്. ആ ലാഭത്തിനകത്താണ് ഇപ്പോൾ 1,72,00,000 രൂപ എക്സാലോജിക്കിന്റെ വീണ വിജയന് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു 90 ലക്ഷം രൂപയും കൂടെ പോയിട്ടുണ്ട്. മറ്റൊരു ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്, ഏകദേശം 10-12 രാഷ്ട്രീയക്കാര്, രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള ആൾക്കാര് അവിടുന്ന് പണം കൊണ്ടുപോയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ കൊണ്ടുപോയിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധികൾ കൊണ്ടുപോയിട്ടുണ്ട്, CPMന്റെ പ്രതിനിധികൾ കൊണ്ടുപോയിരിക്കുന്നുണ്ട്. ആ പണം എങ്ങനെയാണ് ഒരു കേരളത്തിന്റെ പ്രകൃതി സമ്പത്തിൽ നിന്ന് കണ്ടെത്തി ലാഭം ഉണ്ടാക്കുന്ന ഇത്രയും വലിയ തുകകൾ ഇവർക്ക് വീതിച്ചു കൊടുക്കണേ എങ്ങനെയാണ്? അതിനകത്ത് സർക്കാരിന്റെ 14% ഷെയർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അവർക്ക് പാർട്ടികൾക്കോ വ്യക്തികൾക്കോ വെറുതെ പണം കൊടുക്കാൻ കഴിയില്ല. ഇപ്പം വീണ വിജയന് എന്തായാലും നോട്ടീസ് അവർ കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുക കഴിയുമ്പം ബാംഗ്ലൂർ അവരുടെ ഓഫീസ് അല്ലെങ്കിൽ അവരുടെ കമ്പനി പ്രവർത്തിച്ച ബാംഗ്ലൂർ ആയതുകൊണ്ട് ബാംഗ്ലൂരിലെ ഈ SFIOയുടെ ഓഫീസിൽ ഹാജരാകണം. അവരെ ചോദ്യം ചെയ്ത് എന്തിന് പണം തന്നു, ആ പണം എന്ത് ചെയ്തു, എങ്ങോട്ടൊഴുകി, ആര് കൊണ്ടുപോയി, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പണം എന്ത് ചെയ്തു, അത് വിശദമായിട്ട് കൊടുക്കും. അതേസമയത്ത് അവർ കൈപ്പറ്റിയ പൈസയ്ക്ക് എന്തായാലും ഇൻകം ടാക്സും മറ്റ് ടാക്സുകളും എല്ലാം CMR തന്നെ കൊടുത്തുകൊണ്ട് തൽക്കാലം ഒരു ആശ്വാസം വീണ വിജയനുണ്ട്. തനിക്ക് ഒരാള് പണം തന്ന് വെറുതെ തന്നാലും വാങ്ങാമല്ലോ, ഒരാൾ തരികയല്ലേ, തങ്ങൾ അയാളെ വിരട്ടി വാങ്ങിച്ച പൈസയല്ല, അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത പൈസയല്ല, അല്ലാതെ തന്നെ അവർക്ക് പണം ലഭിക്കുകയാണ്. മറ്റു രാഷ്ട്രീയക്കാർക്കും അങ്ങനെയാണ്. ആ പണത്തിന് ടാക്സ് അവർ അടച്ചിട്ടുണ്ടോ, പണം എങ്ങോട്ട് പോയി, രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത പണം അവരുടെ പൊതു ഫണ്ടിലേക്ക് പോയിട്ടുണ്ടോ, അതോ വാങ്ങിയ വ്യക്തികൾ കൂട്ടടിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും അന്വേഷണ പരിധിയിൽ വരുന്നത്. ഈ എക്സാലോജിക്കിനെ പറ്റി ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര, ആ ഇൻവെസ്റ്റ്മെന്റ് പണം എവിടെ നിന്ന് വന്നു, അതിപ്പം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫ്, ആ കുട്ടിയുടെ അമ്മ, അവരുടെ പെൻഷന്റെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയപ്പം ആ പണം ഉപയോഗിച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ എത്ര രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ മൊത്തം എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, എന്തായിരുന്നു അവരുടെ ജോലി, എന്താണ് ആ കമ്പ്യൂട്ടർ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ എക്സാലോജിക് സൊല്യൂഷന്റെ അവരുടെ ജോലി എന്താണ്, എന്ത് സർവീസാണ് ഇവർ CMRലിന് കൊടുത്തത്. ഇതിനൊന്നും തൃപ്തികരമായ ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷെ ഒരാൾ നമുക്കൊരു സംഭാവന തന്നാൽ നമ്മൾ വാങ്ങിച്ച് അത് നമ്മൾ പൊട്ടടിച്ച്, അതിനെന്താണ് തെറ്റ്? ആ സ്ഥാപനം ഇങ്ങോട്ട് തരികയാണ്, നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഇനി അന്വേഷണത്തിന് വരും. ഒരാൾ തന്ന പണം നമ്മൾ അതിൻ്റെ ടാക്സോ മറ്റു കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ
അതിനെന്താണ് തെറ്റ് എന്ന് എനിക്ക് ഇപ്പം സംശയം തോന്നുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വീണ വിജയന് ആ കേസിനകത്ത് കുരുക്കാൻ പറ്റുമോ? കഴിയില്ല. അവർക്ക് പണം വന്നു, അതവര് വാങ്ങിച്ചു, അതിന് ടാക്സ് കമ്പനി തന്നെ കൊടുത്തിരിക്കുന്നു എങ്കിൽ പിന്നെ അതിൻ്റെ അകത്തൊരു ഒഫൻസ് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അവരെ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കും. അവരെ ചോദ്യം ചെയ്ത് അവരെ ഹാജരാകുമല്ലോ എന്നറിയില്ല. പക്ഷെ KSIDCയിലെ അവിടുത്തെ ആൾക്കാർ, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, CMRLന് എത്ര രൂപ അവർക്ക് ലഭിച്ചു? അവർക്ക് TADA മാത്രമുണ്ടോ, അതോ ഇതുപോലെ സംഭാവനകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടോ? KSIDCക്ക് എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് KSIDC എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. അനധികൃതമായി എന്തായാലും റിട്ടയർ ചെയ്തിട്ടും പോകാതെ 3 പേര് അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരാളെ കൂടി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം KSIDCക്ക് എന്തോ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. 25 ലക്ഷം രൂപ കൊടുത്തിട്ട് സുപ്രീം കോടതി ഒരു അഡ്വക്കേറ്റിനെ ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം അതിനകത്ത് സുതാര്യതയില്ല. ഹൈക്കോടതിയുടെ സംശയം ചോദിച്ചു. ഹൈക്കോടതി അതിനകത്ത് സ്റ്റേ വേണം എന്ന് വൈദ്യനാഥൻ അഡ്വക്കേറ്റ് വാദിച്ചെങ്കിലും ആ സമയത്ത് അവിടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. KSIDCയിലെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിവരം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ കോടതി അത് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി അതിൻ്റെ അകത്ത് ഇന്റർഫിയർ ചെയ്തില്ല. നിയമപരമായ ഒരു സാധുത അതിൻ്റെ അകത്ത് കാണുന്നില്ല. KSIDC പോലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തില് ആ സ്ഥാപനത്തിലെ കണക്ക് ഒരു സെൻട്രൽ ഏജൻസി ചോദിച്ചാൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പൊ അതുകൊണ്ട് 12-ാം തീയതിയും ഇതിന് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഒരു 25 ലക്ഷം രൂപയുടെ സർക്കാരിന്റെ ചെലവാകും. അപ്പൊ 50 ലക്ഷം ആവും. അതുകൂടാതെ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 10-30 ലക്ഷം രൂപ വേറെയും കൊടുക്കേണ്ടി വരും. 1 കോടി രൂപ എങ്കിലും സർക്കാരിന് കൊള്ളും. KSIDC ഈ അവിടുത്തെ ഇപ്പോഴും ഈ ഒരു സ്ഥാപനത്തിലെ ആരെങ്കിലും അനധികൃതമായി വെല്ലെടുത്തൊന്നും പണവും വാങ്ങിച്ചിട്ട് KSIDCയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അതിന്റെ ഫീസും അവരുടെ TAയും അതിന്റെ DA എല്ലാം ഇവിടുന്നും വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ KSIDCക്ക് തീർച്ചയായിട്ടും സർക്കാർ സ്ഥാപനത്തിന് വലിയ ദൂഷ്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അതിനകത്ത് ആരാണ് അത് നയിച്ചത്, ആരാണ് ഈ കേസിന്റെ പുറകെ പോയത്, അവരൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളായി ചിലപ്പം പ്രതിസ്ഥാനത്തേക്ക് മാറി നിൽക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസങ്ങളിൽ വളരെ വീണ വിജയന് വളരെ പരമപ്രധാനപ്പെട്ടതായ ദിവസങ്ങളാണ്. അവർക്ക് നിയമപരമായി അവർ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് ഇനി വരേണ്ടി വരും. കാരണം അവർക്ക് പണം കൊടുത്തത് എന്തിന് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അവർക്ക് പണം കിട്ടി, ഇങ്ങോട്ട് പണം വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ അക്കൗണ്ടിൽ. അതിനെന്ത് ചെയ്യാനൊക്കും? അത് തന്നിരിക്കുന്ന ഒരു CMR പോലൊരു കമ്പനിയാണ്. അവർക്ക് അതുപോലെ പല രാഷ്ട്രീയക്കാർക്കും കൊടുത്തിട്ടുണ്ട്, പല വ്യക്തികൾക്കും അവർ കൊടുത്തിട്ടുണ്ട്. തനിക്കും കിട്ടി പണം. അത് എന്താണ് അതിൻ്റെ ഒരു ഒഫൻസ്? അതിനകത്ത് KGSTയോ CSTയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ഒക്കെ അടച്ചിട്ടുണ്ടോ എന്നൊട്ട കാര്യം മാത്രമേ ഉള്ളൂ. അടച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.